വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മടിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലേ മടി. ഇപ്പൊ ഈ കൊറോണ കാലൊക്കെ ആയപ്പോൾ മടി കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇന്ന് മടീനെ മറികടക്കാൻ എന്തൊക്കെ ഐഡിയാസ് നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് പറയണേ. അതുപോലെ മടിച്ചികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മടി വന്ന് ചേരുന്നതെന്നുള്ളത് ആദ്യം നോക്കണ്ടേ. അപ്പൊ ഞാൻ എപ്പോഴും വീട്ടമ്മമാരെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പറയാട്ടോ. നമ്മുടെ ചാനലിൽ കൂടുതൽ കാണുന്നത് വീട്ടമ്മമാരാണ്. നമ്മുടെ ടൈറ്റിൽ തന്നെ വീട്ടമ്മ എന്നുള്ളതാണ്. അപ്പൊ വീട്ടമ്മമാരെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മടി വരുന്നത്? ഒന്നുകിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മടി വരാം. എന്നും രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, നേരെ അടുക്കളയിലേക്കാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പോണത് അല്ലെ. കുക്ക് ചെയ്യുക, പിള്ളേരുടെ കാര്യം നോക്കുക, വീട് ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ഡെയിലി നമ്മുടെ റുട്ടീനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറടി വരാം. അത് മടിയുടെ മെയിൻ റീസൺ ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കാര്യം, വലിയൊരു കാര്യമാണ് ചെയ്യാനുള്ളത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു മടി വരാം ഇല്ലേ. ഓ അത് ചെയ്യണല്ലോ എന്നോർത്തിട്ടുള്ള ഒരു മടി വരാം. അതല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയായിരിക്കും. അപ്പൊ അത് എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ തുടങ്ങി കാണും. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഓ അത് മടുക്കും, ബോറായിരിക്കും, പിന്നെ വേറെ എന്തിലേക്കെങ്കിലും പോകും, അല്ലെങ്കിൽ അത് തന്നെ ചെയ്ത് ചെയ്ത് നമുക്ക് മടുപ്പാവും. അപ്പൊ അങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ നമുക്ക് മടി വരാം. ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ ഒന്നും അല്ലാതെ ഒന്നും ഇല്ലെങ്കിലും, ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും നമുക്ക് മടി വരാം അല്ലേ. ഒന്നും ചെയ്യാനില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മടി വരാം. ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം നമുക്ക് എവിടെയും പോകാനില്ല, ആരും വീട്ടിലേക്ക് വരാനും ഇല്ല. അപ്പൊ നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് എന്താണ്, ആരും ഒന്ന് കാണാനാ എന്നുള്ള ഉദ്ദേശത്തില് പലർക്കും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്യണ്ടേ. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി? നമുക്ക് എല്ലാവർക്കും സൂപ്പർ വുമൺ ആവണ്ടേ. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് മടി ഉണ്ട്, അത് മാറ്റണം എന്ന് നമ്മൾ തന്നെ ആദ്യം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മടി മാറ്റി സൂപ്പർ വുമൺസ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ ആദ്യം എടുക്കാം. ഞാൻ എന്തായാലും ഇങ്ങനെയല്ല, മടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു തോട്ടാണ് നമ്മുടെ ഉള്ളിൽ ആദ്യമേ വരേണ്ടത് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങാൻ. അപ്പൊ അതിന് ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് ഇങ്ങനെ മടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നൽ വരുമ്പോഴല്ലേ. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നമുക്ക് മടി ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ടൈം മാനേജ്മെന്റ് ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ നമ്മുടെ ഗോളിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ചെയ്യാൻ കഴിയാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതായിരിക്കാം. ഇപ്പൊ വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ വണ്ണം കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെന്നോ, അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് ചെറിയ കാര്യം, ഏതെങ്കിലും ചെറിയ, ഇപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ളത്, അതൊക്കെ ചെറുതാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പൊ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്കത് ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. എന്ത് തന്നെ ആവട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മറ്റുള്ളവർക്കാണത് ചെറുത്, നമ്മുടെ ഉള്ളിൽ അത് വലുത് തന്നെയാണ്. നമ്മുടെ ആഗ്രഹം എപ്പോഴും നമുക്ക് വലുതല്ലേ. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ ഈ മടി എന്താന്ന് വെച്ചാൽ അത് വലിയ ആഗ്രഹമായിരിക്കാം. അപ്പൊ അത് എങ്ങനെ നമ്മൾ അതിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഈ മടി വരുന്നത്. അപ്പൊ ഈ ഗോളിന് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയണം. ഈ ഗോൾ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു വലിയൊരു കാര്യമാണെങ്കിൽ അതിനെ ഒന്ന് ഷോർട്ടാക്കി ഇപ്പൊ വലിയൊരു കാര്യമാണ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് ഒരു 3-4 പ്രോസസ് ആക്കി വെക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാനാണല്ലോ ഇഷ്ടം അല്ലേ. വലിയ ടാസ്ക് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലാണ് നമ്മൾ അങ്ങോട്ട് പോവുക. അപ്പൊ വലിയൊരു കാര്യത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാക്കി വെക്കുക. അപ്പൊ ആ ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണമെങ്കിൽ നമുക്ക് സമയം വേണം. ആ സമയം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ തീർക്കണം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗോള് സെറ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുക, അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എഴുതുക എന്ന് പറയുന്നത്, ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം. ആ സമയം നമ്മൾ കണ്ടെത്തും.
ഈ മടി മാറ്റാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മള് സ്വപ്നം കാണുന്ന നമ്മുടെ ഡ്രീം എന്താണോ, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണോ, അത് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവോ, അതല്ല ഇത് ഞാൻ ചെയ്താൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്തായിരിക്കും, അത് മാത്രം നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളതാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല, നമ്മൾ പിന്നെ സാധാരണ പോലെ തന്നെ പോവും. ഇനി അതല്ല, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് എത്ര പേരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റും, അതല്ല നമ്മുടെ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോവാം, അതിൽ എപ്പോഴും നമ്മൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊരു ചെറിയ കാര്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊരു ബിസിനസ് ചെയ്യണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതിനും നമ്മൾ ഹസ്ബൻഡിനെ ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്ന് പറയുന്നത് ഏതൊരു വുമന്റെ സ്വപ്നമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ഇത് ഞാൻ ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മടിയൊക്കെ പമ്പ കിടക്കും. നമുക്ക് ഇങ്ങനെ ഈ മടിയെ മാറ്റി നിർത്തണമെങ്കിൽ നമ്മുടെ ആഗ്രഹം അത്രയും തീവ്രമായിരിക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കണം. നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത നമുക്ക് വേണം. നമ്മൾ അത് ചെയ്യും, എന്ത് കാര്യമായാലും. ഒന്നിൽ കൂടുതൽ ഗോൾസ് നമുക്ക് ഉണ്ടാവാം, അതൊക്കെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ടൈം ലിമിറ്റ് കേട്ടോ. നമ്മളിപ്പോ ഒരു ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ചു, സെറ്റ് ചെയ്തു, എനിക്കിത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഈ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സക്സസ് സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്കിങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനും ആ മോട്ടിവേഷനൊക്കെ അങ്ങ് പോയി നമ്മൾ പഴയപടി മടിച്ചികളായിട്ട് പിന്നെ അങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താണ് വേണ്ടത്, നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ടൈം ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്ടാവുക എന്ന് വെച്ചാൽ, ചെയ്യാം, അത് നമുക്ക് ചെയ്യാം എന്നുള്ള മൈൻഡായിരിക്കും നമുക്ക്. അതല്ല, നമ്മളൊരു ടൈം ലിമിറ്റ് വെക്കണം. ഈ സമയത്തിനുള്ളിൽ ഞാനിത് ചെയ്ത് തീർത്തിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയും കൂടെ നമ്മൾ എടുക്കണം. എന്നാലാണ് നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ച് ആ ഗോളിന് വേണ്ടി നമ്മൾ പണിയെടുക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വലിയ ഗോളിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഡ്രീമിനെയാണ് അച്ചീവ് ചെയ്യാൻ പോണത്. അപ്പൊ അതിങ്ങനെ സ്വപ്നം കണ്ടു വരുമ്പോൾ നമ്മുടെ മടിയൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കും. എപ്പോഴും നമ്മൾ ആ ഗോള് ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനത് ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മുടെ മടിയൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കും. മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാന്നേ, നമുക്ക് എല്ലാവർക്കും സൂപ്പർ വുമൻസ് ആവണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് മുതൽ, ഇപ്പം ഈ വീഡിയോ കണ്ടത് മുതൽ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യുക, ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് എൻ്റെ ഡ്രീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ഉള്ളിൽ എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കും കൂടെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.